മഹാകവി ഇടശ്ശേരി സ്മൃതിശേഖര സമർപ്പണം ഞായറാഴ്ച ഇടശ്ശേരി സാഹിത്യ മന്ദിരത്തിൽ നടക്കുമെന്ന് സംഘാടകർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. മഹാകവി ഇടശ്ശേരിയുടെ പേരിൽ സ്മൃതിശേഖരം ഇടശ്ശേരി സാഹിത്യ മന്ദിരത്തിൽ യാഥാർത്ഥ്യമാവുന്നു. ഇടശ്ശേരിയുടെ ദീപ്തസ്മരണ ഉണർത്തുന്ന സ്വകാര്യ വസ്തുക്കൾ, കവിയുടെ കാലവും ജീവിതവും അടയാളപ്പെടുത്തിയ ഫോട്ടോകൾ, കവിയെപ്പറ്റി പ്രസിദ്ധ നിരൂപകർ എഴുതിയ ലേഖനങ്ങൾ, ഇടശ്ശേരിയെക്കുറിച്ച് മറ്റു കവികൾ എഴുതിയ കവിതകൾ എന്നിവയാണ് ഇവിടെ പ്രദർശിപ്പിച്ചിട്ടുള്ളത്. ഇതിനോടൊപ്പം ഇടശ്ശേരിയുടെ മുഴുവൻ സാഹിത്യകൃതികളും ഇവിടെയുണ്ട്. കൂടാതെ ഇടശ്ശേരിയുടെ ശബ്ദം കേൾക്കാനും കയ്യെഴുത്ത് കാണാനും ഇവിടെ സൗകര്യമൊരുക്കിയിട്ടുണ്ട്. വിദ്യാർത്ഥികൾക്കും ഗവേഷകർക്കുമെല്ലാം ഉപകാരപ്പെടുന്ന വിധത്തിലാണ് ഈ സ്മൃതിശേഖരം ചിട്ടപ്പെടുത്തിയിട്ടുള്ളത്. വാർത്താസമ്മേളനത്തിൽ വിജു നായരങ്ങാടി, ശൂലപാണി, ഇ ജയകൃഷ്ണൻ, ജിസൻ പി ജോസ് എന്നിവർ സംബന്ധിച്ചു. ഇടശ്ശേരി സ്മാരക സമിതിയുടെയും സ്മാരക ട്രസ്റ്റിന്റെയും ഒരുപാട് കാലത്തെ ഒരാഗ്രഹമാണ് ഇവിടെ സഫലീകരിക്കപ്പെടുന്നത്. ഇടശ്ശേരിയുടെ ഓർമ്മ നിലനിർത്തുന്ന, ഇടശ്ശേരി ജീവിച്ചിരുന്ന കാലത്തെയും ഇടശ്ശേരിയുടെ കവ്യ ജീവിതത്തെയും ഇടശ്ശേരിയുടെ സാമൂഹ്യ ജീവിതത്തെയും ഒക്കെ പ്രദർശിപ്പിക്കുന്ന രീതിയിൽ, അല്ലെങ്കിൽ അതൊക്കെ ഗവേഷകർക്കും വിദ്യാർത്ഥികൾക്കും മനസ്സിലാകുന്ന രീതിയിലുള്ള ഒരു സ്മൃതിശേഖരം എന്ന സ്വപ്നമാണ് ഇവിടെ സാക്ഷാത്കരിക്കുന്നത്. ഇടശ്ശേരിയെയും പൊന്നാനിയെയും കുറിച്ച് മനസ്സിലാക്കാനുള്ള സാധ്യതയുള്ള സ്ഥലമായിട്ടാണ് അത് മാറിയിട്ടുള്ളത്. ഇടശ്ശേരി സ്മാരക സമിതി നമുക്കറിയാം, എല്ലാ വർഷവും നമ്മളൊരു അവാർഡ് കൊടുക്കുന്നുണ്ട്. മുമ്പൊക്കെ ഈ അവാർഡിൽ മാത്രം ഒതുങ്ങിക്കൊണ്ടായിരുന്നു ഇടശ്ശേരി സ്മാരക സമിതിയുടെ പ്രവർത്തനം. അത് മാറി ഇടശ്ശേരി കലാപാഠശാല എന്ന് പറഞ്ഞ കലാപാഠശാല രൂപീകരിക്കുകയും അതിൻ്റെ പ്രഥമ ഡയറക്ടറായിട്ട് വിജുമാഷെ തിരഞ്ഞെടുക്കുകയും ചെയ്തു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ നല്ല രീതിയിൽ മാസത്തിൽ 1-2 പ്രോഗ്രാം അവിടെ നടക്കുന്നുണ്ട്. ഈ സ്മൃതിശേഖരത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ എല്ലാവർക്കും, കേരളത്തിൽ മാത്രമല്ല എവിടെയുള്ള വ്യക്തികൾക്കായാലും ശരി, ഇവിടെ വന്ന് ഇടശ്ശേരിയെ ഒന്നുകൂടി അടുത്തറിയുവാനും അതിൻ്റെ പഴയകാല സമിതിയുടെ ചരിത്രം മനസ്സിലാക്കാനുള്ള വലിയൊരു അവസരമാണ് നമ്മൾ പൊന്നാനിയെ നമ്മൾ തുറന്നു കൊടുക്കാനായിട്ട് പോകുന്നത്. പെട്ടെന്ന് ഒറ്റ നോട്ടത്തിൽ നമുക്ക് ഇത് 10-15 ചിത്രങ്ങളല്ലേ എന്ന് കരുതിയിട്ട് അവിടെ നിന്ന് പോരാനാവില്ല. കാരണം ഒരു പാനലിൻ്റെ മുന്നിൽ ചെന്ന് കഴിഞ്ഞാൽ അത് QR കോഡ് സഹിതമാണ് ആ പാനൽ നിശ്ചയിച്ചിട്ടുള്ളത്. ആ QR കോഡിൽ നമ്മൾ പ്രവേശിക്കുന്നതോടുകൂടി അത് നമ്മൾ മറ്റേ ഈ വെബ്സൈറ്റിലേക്ക് പോകുന്നു. ഫുൾ ഡീറ്റെയിൽ, അതുമായി ബന്ധപ്പെട്ട ഫുൾ ഡീറ്റെയിൽ ഒരു ഗവേഷക വിദ്യാർത്ഥിക്ക്, സാധാരണഗതിയിലുള്ള ഒരു ഒരു പ്രേക്ഷകൻ തൊട്ട് ഒരു ഗവേഷക വിദ്യാർത്ഥി വരെയുള്ള ആൾക്കാർക്ക് വേണ്ടുന്ന ഏത് നിലയിലേക്ക് ഇതിനെ എത്തിക്കണം, അത് നിന്ന നിൽപ്പിൽ എത്തിപ്പോകാവുന്ന തരത്തിലുള്ള ഒരു സാങ്കേതിക വിദ്യ ഉപയോഗിച്ചിട്ടാണ് ഈ സ്മൃതിശേഖരം ഇപ്പോൾ ഇവിടെ രൂപപ്പെടുത്തിയിട്ടുള്ളത്. അതുകൊണ്ട് ഇതിൻ്റെ ഒരു അടിസ്ഥാന സങ്കല്പം എന്താണെന്ന് ചോദിച്ചാൽ, ഇപ്പം ഞാനീ പറഞ്ഞ ഇടശ്ശേരിയുടെ കാലത്ത് ജീവിച്ചിരുന്നിരുന്നവരുടെ അവസാനത്തെ തലമുറ കഴിയുകയാണ്. സ്വാഭാവികമായിട്ടും ഈ മനുഷ്യൻ്റെ ഓർമ്മ, ചെറിയ പണിയല്ല ഇടശ്ശേരി പൊന്നാനി ഇരുന്ന് ചെയ്തത്. ലീലാവതി ടീച്ചറുടെ ഭാഷയിൽ പറഞ്ഞാൽ, പൊന്നാനി എന്ന സ്റ്റെതസ്കോപ്പ് ഉപയോഗിച്ചുകൊണ്ട് ലോകത്തിൻ്റെ ഹൃദയമിടി പളക്കുകയാണ് ഇടശ്ശേരി ചെയ്തതെന്നാണ് ടീച്ചർ എഴുതിയത്. അത് വാസ്തവമാണ്. ലോകത്തെ മനുഷ്യൻ്റെ ഏത് കാലത്തെയും ധർമ്മസങ്കടങ്ങളെ, രാഷ്ട്രീയമായിട്ടുള്ള ധർമ്മസങ്കടങ്ങളെയാണ് ഇടശ്ശേരി പൊന്നാനിയിൽ ഇരുന്നിട്ട് എഴുതിയത്. ഓരോ വിവാഹവും സ്വപ്ന സാക്ഷാത്കാരങ്ങളാണ്. മറ്റു ചിലത് കവിത പോലെ ഹൃദയം, ചില ഉറച്ച നിലപാടുകളുള്ള ചേർത്തുപിടിക്കലുകൾ, കടലോളം ഇഷ്ടം കാത്തുവച്ച പ്രണയ സാഫല്യങ്ങൾ. അങ്ങനെ അവളുടെ സ്വപ്നങ്ങളെ, നിലപാടുകളെ, അതിരുകളില്ലാത്ത ഇഷ്ടങ്ങളെ ഉൾക്കൊണ്ട് അവൾക്കൊപ്പം നിന്ന ഫാമിലിയുടെ സ്വപ്നം കൂടിയാണ് ഈ നിമിഷം യാഥാർത്ഥ്യമാവുന്നത്. എന്റെ വിവാഹം എനിക്കൊപ്പം ഫാമിലി കണ്ട സ്വപ്നം. എന്റെ ഇഷ്ടങ്ങൾ എന്റെ ഫാമിലിക്ക് അറിയാം. ഫാമിലി വെഡിംഗ് സെന്റർ.